20-ാം വയസ്സിൽ രജിസ്റ്റർ വിവാഹം. വീട്ടുകാരുടെ എതിർപ്പുകൾ. ഇപ്പോഴിതാ വിവാഹ ജീവിതത്തിൻ്റെ 25 വർഷങ്ങൾ. പ്രിയപ്പെട്ടവൻ കൂടെയില്ല. ഹൃദയഹാരിയായ കുറിപ്പ് പങ്കുവച്ച നടി ഇന്ദുലേഖ. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് ഇന്ദുലേഖ. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദൂരദർശനിലെ ഹീറോസ് എന്ന സീരിയലിലൂടെയാണ് ഇന്ദുലേഖ തുടക്കം കുറിച്ചത്. പീറ്റർ സ്കോട്ട് എന്ന സിനിമയിലും ബാലതാരമായി എത്തി. വലുതായപ്പോൾ വിനയൻ്റെ ഹിറ്റ് ചിത്രം ആകാശഗംഗയിലാണ് ബിഗ് സ്ക്രീനിൽ ആദ്യം അഭിനയിച്ചത്. ഒരു മാഗസിൻ കവറിൽ ഇന്ദുലേഖയുടെയും ഫോട്ടോ കണ്ട വിനയൻ സിനിമയിലേക്ക് വിളിച്ചു. ദൂരദർശൻ കാലം തൊട്ടേ സീരിയലുകളിലും സജീവമാണ് ഇന്ദുലേഖ. 25-ലധികം സീരിയലുകൾ അഭിനയിച്ചു. ടെലിവിഷൻ സംവിധായകനായിരുന്ന ശങ്കരൻ പോറ്റിയാണ് ശങ്കർ കൃഷ്ണ ഇന്ദുലേഖ വിവാഹം കഴിച്ചത്. സീരിയൽ ലൊക്കേഷനിലെ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറി. പിന്നീട് അത് വിവാഹത്തിലും എത്തി. 2011-ലാണ് ഇരുവരുടെയും വിവാഹം നടന്നത്. 11 വർഷങ്ങൾക്ക് മുമ്പാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അദ്ദേഹം അകാലത്തിൽ വിട പറഞ്ഞത്. ഉണ്ണിമായ എന്നാണ് ഇവരുടെ മകളുടെ പേര്. തൻ്റെ പ്രണയകഥ പ്രേക്ഷകരോട് പങ്കുവച്ചിട്ടുണ്ട് ഇന്ദുലേഖ. കോളേജിൽ പഠിക്കുന്ന കാലത്താണ് പോറ്റിയുമായുള്ള പ്രണയം. അന്ന് 20 വയസ്സാണ് എൻ്റെ പ്രായം. ഒരു സീരിയലിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ അസോസിയേറ്റ് സംവിധായകനായിരുന്നു. പാക്കപ്പ് ദിവസം എന്നോട് വന്ന് പറഞ്ഞു, ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, എനിക്ക് കുട്ടിയെ ഇഷ്ടമാണ്, കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. യെസ് ഓർ നോ ഇപ്പോൾ പറയണം എന്നായിരുന്നു. മുൻപ് പല പ്രപ്പോസലും വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ആദ്യമായിരുന്നു. ഞാനല്ല ഇതൊന്നും തീരുമാനിക്കുന്നത്, വീട്ടുകാരാണ്. വീട്ടിൽ വന്ന് സംസാരിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു സിഗരറ്റ് കവറിൽ മേൽവിലാസവും ഫോൺ നമ്പറും എഴുതി തന്നിട്ട് പോയി. പിന്നീട് വീട്ടിൽ വന്ന് ആലോചിച്ചു. ആദ്യം നോക്കുന്നത് ജാതിയാണല്ലോ, അത് രണ്ടുപേരും ഒന്നായിരുന്നു, കുഴപ്പമില്ല. ജാതകം നോക്കണം എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വിശ്വാസമുള്ള ജോത്സ്യൻ്റെ അടുത്ത് പോയി. 6 മാസമേ ആയുസുള്ളൂ, അത് കഴിയുമ്പോൾ കറിവേപ്പില പോലെ വലിച്ചെറിയും എന്ന് പറഞ്ഞു അദ്ദേഹം. എന്നാൽ അതവിടെ നിൽക്കട്ടെ എന്ന ലെവലായി. ഞങ്ങൾ പോയി. അപ്പോൾ അമ്മയുടെ ഉദ്ദേശം ചേട്ടനും വീടും പരിസരവും ഒന്ന് നോക്കി വെക്കണമെന്നതായിരുന്നു. അപ്പോൾ പഴയ രീതിയിലായിരുന്നു, പുതുക്കി പണിയണമെന്ന് പറഞ്ഞു. അതൊക്കെ കണ്ടപ്പോൾ ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു. പിന്നെ ഈ ഫീൽഡിൽ നിന്ന് തന്നെ പാരകൾ വന്നു, അദ്ദേഹം മോശം ആളാണ് എന്നൊക്കെ. ആ സമയത്ത് പ്രണയലേഖനങ്ങൾ എഴുതുമായിരുന്നു. 20 പേജിൽ കുറയാതെ ലേഖനം വേണം. എനിക്കാണെങ്കിൽ അന്ന് മലയാളം എഴുതാൻ അറിയില്ലായിരുന്നു. പിന്നെ സുഹൃത്ത് മായയാണ് ആദ്യം ഹെൽപ്പ് ചെയ്തത്. പിന്നീട് ഞാൻ തന്നെ പഠിക്കേണ്ടി വന്നു. തിരിച്ചു വരുന്ന കത്തുകളെല്ലാം മായയുടെ വിലാസത്തിലാണ് അയച്ചിരുന്നത്. 3 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹം നടന്നത്. നടത്തി തരില്ല എന്ന് വീട്ടുകാർ ഉറപ്പിച്ചിരുന്നു. ഡിഗ്രി അവസാന വർഷം ഞങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്തു. 3 മാസം വീട്ടിൽ ഇതറിയിച്ചില്ല. പരീക്ഷ കഴിഞ്ഞ് ഞാൻ വരൂ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ഡാൻസ് ക്ലാസ്സിൽ പോകുന്നു എന്നാണ് പറഞ്ഞ് വീട്ടിൽ നിന്ന് അഞ്ചുമന ക്ഷേത്രത്തിൽ പോയി താലി കെട്ടി. അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് പോയി. അരൂരെത്തിയപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചു. പിറ്റേ ദിവസം ഞാൻ ഷൂട്ടിങ്ങിന് പോയി. അടുത്ത ദിവസം അമ്മയും സഹോദരനും കൂടെ എത്തി. അവിടെ സംസാരിച്ചു. എല്ലാം സമാധാനമായി.